ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതായത് മോഡുലാർ ടൈപ്പ് സ്വിച്ചും പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന പ്ലേറ്റ് എങ്ങനെയാണ് ലോക്ക് വിടിയിച്ചെടുക്കുന്നത്, എങ്ങനെയാണ് സ്ക്രൂ അഴിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതാണ് മോഡുലാർ ടൈപ്പിൻ്റെ നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുന്ന പ്ലേറ്റ് വരുന്നത്. ഇതെങ്ങനെയാണ് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വരുന്ന ലോക്ക് വരുന്നതെന്നൊന്ന് ആദ്യമേ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വേറെ ഒന്നുമില്ല. ജസ്റ്റ് അതിലേക്ക് വയ്ക്കുക, എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുക. അതായത് അതിൻ്റെ പേര് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് വരാണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രസ്സിങ് മാത്രമാണ് ഉള്ളത്. ആ ബാക്കിൽ കാണുന്ന എല്ലാം തന്നെ ലോക്കിംഗ് സിസ്റ്റമാണ് കാണുന്നത്. ഇത് നേരെ ഇപ്പോൾ നമ്മൾ ഭിത്തിയിൽ ബോക്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. 8 മോഡുകളുടെയാണ് ഈ ബോക്സ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്ലേറ്റ് എങ്ങനെ വെക്കാമെന്ന് നോക്കാം. ആദ്യമേ തന്നെ അതിൻ്റെ ലെറ്ററിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിയുടെ പേരുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ ഫ്രണ്ടിൽ കൊണ്ടുവരിക. ഇതുപോലെ വെച്ചതിന് ശേഷം എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത്യാവശ്യം ഒരു 99% കമ്പനികളും ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. അതായത് അത്യാവശ്യം എല്ലാ സ്വിച്ചുകളുടെ ഏകദേശം ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് വരാറുള്ളത്. പ്ലേറ്റ് വരുന്നത് ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന പ്ലേറ്റ് കാര്യങ്ങൾ വരുന്നത്. ഇനി ഒറ്റ സിംഗിൾ പ്ലേറ്റ് ആണെങ്കിൽ മാത്രമേ അതിന് വ്യത്യാസങ്ങളുണ്ടാവൂ. അതായത് ഒറ്റ സ്ക്രൂ വരുന്നതിന് ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രൂ ഒന്ന് നമ്മൾ ടൈറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം അവസാനമാണ് ഈ പ്ലേറ്റ് കാര്യങ്ങൾ ഇടുന്നത്. ഇത് നമ്മൾ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ഫിനിഷിംഗ് സ്റ്റേജാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഏതാണ് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്തൊന്നും കാണില്ല, ജസ്റ്റ് ഫ്രണ്ട് ഏരിയ മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. ഇനി നിങ്ങൾ കേട്ടോ, ഈ രണ്ട് സൈഡിലായിട്ട് ഒരു ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുറത്ത് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന 2 ലോക്കുകളാണ്. ബാക്കിൽ കണ്ടോ, ഈ ലോക്കാണ് നമ്മൾ ഒരു ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഊരിയെടുക്കാമെന്ന് നോക്കണം. ആദ്യം ഒരു ടെസ്റ്റർ എടുക്കുക, അതിന് ശേഷം ചെറിയ എന്തെങ്കിലും ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവറോ ഏതായാലും മതി. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ പറയുന്ന ഗ്യാപ്പിലേക്ക് ടെസ്റ്റർ ഇട്ടതിന് ശേഷം ഓവറായിട്ട് വലിക്കരുത്. ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് തിക്കി കൊടുക്കുക. ഉണ്ടാവും അങ്ങനെ തിക്കി ജസ്റ്റ് ഒന്ന് മാറ്റി കഴിയുമ്പോൾ ആ ലോക്ക് അതിൽ നിന്ന് മാറണുണ്ടാവും. അതിനുശേഷം പതുക്കെ നമ്മുടെ ഒരു തള്ളവരൽ ഉപയോഗിച്ചിട്ട് ആ ലോക്ക് മേന്ന് പിടിക്കുക. ആ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് വിട്ടു. അങ്ങനെ നമ്മൾ ലോക്ക് വിട്ട് കഴിയുമ്പോൾ ഈ സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് ലോക്ക് പതുക്കെ റിലീസ് ചെയ്തെടുക്കാം. ഇനി അതല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അപ്പുറത്തൊന്നും കിട്ടും. ഈ ഒരു സൈഡ് എടുത്താലും പ്രശ്നമില്ല. പക്ഷേ എല്ലാ കമ്പനികളും ചിലപ്പോൾ ഒറ്റ സൈഡ് എടുത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ 2 സൈഡിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. 2 സൈഡിൽ നിന്ന് നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ കാര്യങ്ങളോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരി കിട്ടും. അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം കാര്യങ്ങൾ വരുന്നത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ ബാക്കിൽ വരുന്നത് കണ്ടോ, ഇതാണ് അതിൻ്റെ ലോക്കിംഗ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ ആ 2 സൈഡുകളിലായിട്ട് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ തന്നെ അതിൻ്റെ ചെറിയ ഗ്രൂകളുണ്ട്. അതിലാണ് ഈ പറയുന്ന ഗ്രൂകളിലാണ് നമ്മൾ ഈ പറയുന്ന ലോക്കിംഗ് സിസ്റ്റം എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ കാണുന്ന പ്ലേറ്റ് വരുന്ന ആ ഗ്രൂ എല്ലാം അതിൻ്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. ഏകദേശം ഒരു 6-8 ലോക്ക് ഉള്ളിൽ വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പിൻ്റെ ലോക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ബോക്സിൻ്റെ പ്ലേറ്റ് അഴിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.